ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നടത്തിയ ഏറ്റവും വലിയ പ്രകടനം കൽപ്പറ്റക്കാർ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 835 കേസ് പൗരത്വ ഭേദഗതിക്കെതിരെ എടുത്തിട്ട് 65 കേസ് പിൻവലിക്കുകയും ബാക്കിയുള്ളവരോട് കോടതിയിൽ പോകാൻ പറഞ്ഞ പിണറായി വിജയന്റെ നിലപാടല്ല പൗരത്വ ഭേദഗതിയിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട്. പൗരത്വ ഭേദഗതി നിയമത്തിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ഏറ്റവും ഐതിഹാസികമായ സമരം MP മുന്നിൽ നിന്ന് നയിച്ചത്. ഹാഷ്മി, അത് ആദ്യത്തെ ഞാൻ പറഞ്ഞത് രണ്ടാമത് ഇലക്ഷൻ 5 ദിവസം മുമ്പല്ല, ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ ബാൻ CAA എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നടത്തി. പിന്നെ ഒരു മിനിറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പത്രക്കാർ അഭിപ്രായം ചോദിച്ചാൽ പിന്നെ ഇവിടെ 835 കേസ് മല്ലികാർജുൻ ഖാർഗെ മല്ലികാർജുൻ ഖാർഗെയുടെ കേരളത്തില് മാത്രമുള്ള നിങ്ങളെ നിലപാടല്ല ലോകം നോക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയാണ്. അത് ഞങ്ങൾ പറയും, അന്തസ്സോടെ കൂടി പറയും. പിന്നെ CAA-ക്കെതിരെയാണ് കോൺഗ്രസ് എന്നുള്ളത് തർക്കമില്ല. പിന്നെ ഒന്ന് CAA-യുടെ കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യണം, ഇവിടെ പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്തവന്റെ പേരിലെടുത്ത കേസ് ഈ ഇലക്ഷന്റെ സമയത്ത് പിൻവലിക്കാൻ കാണിക്കുന്ന അഭ്യാസം ഉണ്ടല്ലോ, അത് ആദ്യം ചെയ്യണം. പ്രശാന്ത് പറഞ്ഞൊരു കാര്യം, 15 ലക്ഷം രൂപ ഈശ്വർ ബി ഗാണ്ഡെ എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രി അനുവദിക്കുന്നു. ഈശ്വർ ബി ഗാണ്ഡെ അനുവദിക്കുന്നു, അത് അവിടുത്തെ വനംവകുപ്പ് മന്ത്രിയാണ്. കുമാർ കാട്ടിയിൽ ഉത്തരവിനെ എതിർക്കുന്നു. ഇതിൽ വയനാട്ടിലെ ജനങ്ങളല്ല പൈസ വേണ്ടെന്ന് പറഞ്ഞത്, ആ അജീഷിന്റെ കുടുംബമാണ് പറയുന്നത് ഞങ്ങൾക്ക് കർണാടകയുടെ പണം വേണ്ട എന്ന്. ജനങ്ങളല്ല, അജീഷിന്റെ കുടുംബം. അപ്പൊ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് എന്താണ്, ഞങ്ങൾ പാർട്ടി 15 ലക്ഷം രൂപ തരും, അത് ആ കുടുംബം സ്വീകരിച്ചു കൊടുത്തു. ഇനി ഒരു കാര്യം, ഈ പിന്നെ ശശിയേട്ടൻ നേരത്തെ ഈ ഭംഗ്യനെതിരെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോയി. ആളുകൾ മരിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി പത്രസമ്മേളനം നടത്തി, MP എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി വന്നത് എന്ന്. ആ ചോദ്യത്തിന്റെ 10% ആത്മാർത്ഥമതിയായിരുന്നു. AK ശശീന്ദ്രനോട് ചുരം കയറിയിട്ട് ഒന്ന് വീട്ടിൽ വന്ന് പറയാൻ. പട്ടിയാക്കുന്ന രീതിയിലുള്ള മറുപടി പറയരുത്. എല്ലാ മന്ത്രിമാരോട് വന്നിട്ടുണ്ട്. ആരാ, ഏത് മന്ത്രിയാ വരാതിരുന്നത്? AK ശശീന്ദ്രൻ, MP രാജേഷ് വീടുകളിലെല്ലാം പോയി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു. 3 സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ യോജിച്ച് തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ഈ സംസ്ഥാന സർക്കാർ അതിൽ പങ്കെടുത്തു. കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസമാണ് വന്നിരിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം വരുമ്പോൾ അത് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഷംസാദ് മരക്കാർ പങ്കെടുത്തതാണ്. അവിടെ എല്ലാ തീരുമാനങ്ങളും എടുത്തതാണ്. ഗവൺമെന്റ് ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. പിന്നെ ഷംസാദ് മരക്കാർ വിചാരിക്കുന്ന പോലെ വരാൻ കഴിയില്ലല്ലോ. ഈ ഗവൺമെന്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. പുളിഞ്ഞാൽ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്താ വെച്ചാൽ അത് PMC വഴിപ്പെടുന്നതാണ്, പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽപ്പെടുന്നതാണ്. അതിലെ കാലതാമസത്തിൽ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമാണ്. അതിലെങ്ങനെ ഇടപെടാൻ കഴിയുന്നതാണ് ആലോചിക്കുക. അത് തീർച്ചയായിട്ടും ഇടപെടുക എന്നുള്ളത് എല്ലാവരുടെയും ചുമതലയാണ്. പൗരത്വ ഭേദഗതി ബില്ല് പറഞ്ഞല്ലോ, പൗരത്വ ഭേദഗതി ബില്ല് ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് കരയിലല്ല, ഞങ്ങളുടെ പേരിലൊക്കെ കേസുണ്ട്. സാധാരണ പ്രതിഷേധം നടത്തി ഞങ്ങൾ ഒന്നിച്ച് നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരുന്നതിന് നിലപാട് പറയോ? ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ ഇതുവരെ നിലപാട് പറഞ്ഞില്ലല്ലോ. വിദേശത്തായിരുന്നല്ലോ. പൗരത്വ ഭേദഗതി ബില്ല് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അങ്ങനെ വിദേശത്ത്
പ്രധാന Yes, okay, okay. കാര്യങ്ങൾ ഞാൻ വരാം. അവർ പറഞ്ഞപ്പോഴത്തേക്കും ബി ജെ പിക്കാരൻ പറഞ്ഞു പോയി പണിയൊക്കാൻ പറഞ്ഞു പറഞ്ഞത്. അങ്ങനെയാണോ? അങ്ങനെയില്ല. ഞാൻ ആ വിഷയം അതുകൊണ്ട് ഉയർത്താൻ പറഞ്ഞത്. നമ്മൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഞാൻ 100% ഉറപ്പ് തരുന്നു.